സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ ആരോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഭാർഗവി പറഞ്ഞത് പ്രകാരം അതിനൊരു പ്രതിവിധി എന്നോണം ഒരു പൂജാരിയെ ദേവികയും എല്ലാവരുടെയും സമ്മതത്തോടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് മന്ത്രവാദമൊക്കെ നടത്തുന്ന സമയത്ത് പൂജാരി പറയുന്നു, മീരയുടെ ആത്മാവാണ് നന്ദനെ ഇപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മീരയുടെ ആത്മാവിനെ ഒഴിപ്പിക്കാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് കയ്യിലൊരു ചരടും ജപിച്ച് കെട്ടി പൂജാരി പോകുന്ന സമയത്ത് നന്ദനാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിക്കാൻ കുറച്ച് അനുസരണയൊക്കെ കാണിക്കുന്നുണ്ട്. അതോടെ മീരയുടെ ആത്മാവ് പോയെന്ന് പൂജാരി പറയുന്നത് എല്ലാവരും വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞ നന്ദന് ജപിച്ച ചരട് കൈ കെട്ടുന്നതോടെ ഒരല്പം ആത്മവിശ്വാസമൊക്കെ വരുന്നു. ശേഷം നമ്മുടെ കെവിനാണെങ്കിൽ നന്ദനെ കാണാനായിട്ട് വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ചന്ദ്രോത്ത് വീട്ടിൽ പൂജയും കർമ്മങ്ങളൊക്കെ നടന്ന കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം നന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു പൂജയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമല്ലേ, ഞാൻ വന്നപ്പോൾ അറിഞ്ഞിരുന്നു, ഒരു കണക്കിന് നന്നായി, മീരയുടെ ആത്മാവുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നെങ്കിൽ ആവട്ടെ, നിൻ്റെ ഈ ഡിപ്രഷനൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ പ്രത്യേകിച്ചൊന്നും തെറ്റിദ്ധരിക്കില്ലല്ലോ. ഞാനും അത് തന്നെ കരുതുന്നത്. ഋഷിയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഞാൻ എന്തെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ മീരയുടെ ആത്മാവ് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ ഒരു സമാധാനവും ഇല്ല, കണ്ണടച്ചാൽ പോലും ഋഷിയുടെ ഓർമ്മയെ മനസ്സിൽ വരുന്നതെന്ന് പറയുമ്പം ദേ ചുമ്മാ ഋഷി അത് ഇതെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. നിൻ്റെ ഡിപ്രഷൻ കാരണം എല്ലാവരും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നത്. നീ ചുമ്മാ മിണ്ടാതിരിക്കണേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്കൊന്നും അറിയത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് കെവിൻ സമാധാനപ്പെടുത്തുന്നു. എന്നിട്ട് കെവിൻ പറയുന്നുണ്ട്, മിക്കവാറും ഉടനെ തന്നെ ഒരു കേസും നൂലാമാലയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഋഷിയെ കാണാതായിട്ട് ഇത്രയും ദിവസമായില്ലേ, അപ്പോൾ എന്തായാലും അവൻ്റെ അമ്മ പരാതി കൊടുക്കാതിരിക്കില്ല. അപ്പോഴും നീ സ്ട്രോങ് ആയിട്ട് നിന്നേക്കണം, നിനക്കൊന്നും അറിയില്ലെന്നുള്ള മട്ടിന്. കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കില്ലേ. കാരണം ഞാനും ഋഷിയും തമ്മിലുള്ള ഉടക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നീ അതിന് ഋഷിയെ തല്ലുന്നതോ ഋഷിയെ കൊണ്ടുപോയതോ ഒന്നും ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കെവിനാണെങ്കിൽ സമാധാനപ്പെടുത്തുന്നു. ദേവിയാണെങ്കിൽ നന്ദന് വയ്യാണ്ടായതിനു ശേഷം പിന്നെ ഒരു മീറ്റിങ്ങിനോ പ്രോഗ്രാമിനോ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് അർജൻറ്റായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. എന്നാൽ നന്ദനാണെങ്കിൽ ഒരല്പം ആശ്വാസമൊക്കെ വന്നതിന് ശേഷം ധൈര്യമായിട്ട് പോകാമല്ലോ. നന്ദൻ്റെ അനുവാദം മേടിച്ച് ദേവി പോകുന്ന സമയത്ത് ഋഷിയെ കാണാനില്ലെന്നുള്ള പരാതി അരുന്ധതി മേഡം കൊടുത്ത കാര്യം ദേവി അറിയുന്നുണ്ട്. ആ കാര്യം മുരളിയോടും പറയുന്നു. ആ അരുന്ധതി മേഡത്തിൻ്റെ മകൻ ഋഷിയെ കാണാനില്ലെന്ന്. അതൊരു വള്ളിക്കെട്ടാവുമല്ലോ ദേവി എന്ന് ചോദിക്കുമ്പം ദേവി ചോദിക്കുന്നു, അതെന്താ മുരളിയേട്ട അങ്ങനെ പറഞ്ഞത്? അതല്ല, പ്രഭാവതി മേഡത്തെ ക്ഷേത്രത്തിൽ വെച്ച് അപമാനിച്ച വീഡിയോ വൈറലായതാ. അപ്പോൾ ആ പേര് ഋഷിയെ കാണാതായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേസ് ചന്ദ്രോത്ത് വീട്ടിനെ ചുറ്റിപ്പറ്റി തന്നെ വരുവുള്ളൂ. അപ്പം ടി വിയിലായാലും സോഷ്യൽ മീഡിയ മുഴുവനും ദേവിയെയും സിദ്ധാർത്ഥൻ സാറിനെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള പല ന്യൂസുകളും വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും പ്രഭാവതി മേഡത്തെ. അത് മുരളിയേട്ടൻ പറഞ്ഞാൽ ശരിയാ. എന്തായാലും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഭയക്കുന്നത് എന്ന് ദേവി പറഞ്ഞ് സമാധാനപ്പെടുന്നു. നന്ദനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ള കാര്യം അറിയാതെ. നന്ദൻ ഈ കാര്യങ്ങളൊന്നും ദേവിയോടോ മുരളിയോടോ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഋഷിയെ കാണാതായതിൻ്റെ പേരിലുള്ള പരാതി വലിയ പേടിയൊന്നും ഉണ്ടാക്കുന്നില്ല. അതേസമയം അരുന്ധതിയാണെങ്കിൽ തൻ്റെ മകനെ കാണാനില്ലാത്ത ആ ഡേറ്റ് മുതലുള്ള കാര്യങ്ങളും തൻ്റെ മകൻ്റെ ശത്രുക്കൾ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ചേർത്തുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടൊരു കംപ്ലൈൻറ്റ് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പം പോലീസ് ഓഫീസർ പറയുന്നു, ഇന്ന് മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മേഡം യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, അധികം താമസിക്കാതെ നിങ്ങളുടെ മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഓഫീസർ ചോദിക്കുന്നു, മേഡത്തിനോ അല്ലെങ്കിൽ മേഡത്തിൻ്റെ മകനോ പ്രത്യേകിച്ച് ആരെങ്കിലും ശത്രുക്കളുള്ളതായിട്ട് അറിയാമോ? ചന്ദ്രോത്ത് വീട്ടിലെ പ്രഭാവതി എൻ്റെ മകൻ പഠിച്ചിരുന്ന കോളേജിലെ പ്രൊഫസറായിരുന്നു. എൻ്റെ മകൻ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ അത് ഈ പ്രഭാവതി മേഡത്തിന് അത്രയ്ക്കെങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. അതിനെ തുടർന്ന് അന്നു മുതലേ അവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്കറിയാം. എൻ്റെ മകൻ സ്നേഹിച്ച പെൺകുട്ടി മരണപ്പെടാൻ കാരണക്കാരി തന്നെ ഈ പ്രഭാവതി ആയതുകൊണ്ട് എൻ്റെ മകന് അവരോട് നല്ല കലിയുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് അടുത്തിടയ്ക്ക് പ്രഭാവതിയെ കണ്ട അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിനെ തുടർന്ന് അതിൻ്റെ കലിക്ക് അവരാരെങ്കിലും എൻ്റെ മകനെ എന്തെങ്കിലും അപായപ്പെടുത്തിയോ എന്നുള്ള ഭയമാണ് എന്നെ അലട്ടുന്നതെന്ന് പറയുമ്പം മേഡം വിഷമിക്കേണ്ട, എന്തായാലും കേസ് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ച് വിവരം അറിയിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. അതേസമയം ചന്ദ്രോത്താണെങ്കിൽ സിദ്ധാർത്ഥൻ സാറിനെ പാർട്ടിയിലെ ഒരു അനുയായി വിളിച്ച് കാര്യം പറയുന്നു. അരുന്ധതി മേഡത്തിൻ്റെ മകനെ കാണാനില്ലെന്നും അരുന്ധതി മേഡം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ കേട്ട് കോള് കട്ട് ചെയ്തതിനു ശേഷം പ്രഭാവതിയോട് പറയുന്നു, പ്രഭേ നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താ സിദ്ധു, എന്താ?
ആ അരുന്ധതി മേഡത്തിൻ്റെ മകൻ ഋഷിയെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ അരുന്ധതി കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തെന്ന്. സത്യമാണോ സിദ്ധു പറയുന്നത്? അതെ, എന്നെ ഇപ്പോൾ പാർട്ടിയിൽ ഒരാൾ വിളിച്ചു പറഞ്ഞതാ. അപ്പോൾ പ്രഭാവതി നിന്നിങ്ങനെ ആലോചിക്കുന്നു. അതിനുശേഷം സിദ്ധാർത്ഥനോട് ചോദിക്കുന്നു, ഋഷിയെ കാണാനില്ലാത്തതും നന്ദനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? എന്തായാലും ഋഷിയെ കാണാതായതിന് ശേഷമാണല്ലോ നമ്മുടെ മകനും പേടിയും ടെൻഷനും ഒക്കെ കാണിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നന്ദൻ എന്തെങ്കിലും പങ്ക് കാണുമോ? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അവൻ ഉറപ്പായിട്ട് നമ്മളോടോ അല്ലെങ്കിൽ ദേവി മോളോടെങ്കിലും പറയത്തില്ലേ? അവൻ്റെ പേടിയുടെ കാരണമൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കൊരു പേടി സിദ്ധു എന്നും പറഞ്ഞ് പ്രഭാവതി ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്തായാലും ഋഷിയെ കാണാതായതിൻ്റെ പേരിനുള്ള പോലീസ് അന്വേഷണം അധികം താമസിക്കാതെ ചന്ദ്രോത്ത് വീട്ടിലെത്തിപ്പറ്റും. എന്താകുമെന്ന് കാത്തിരിക്കാം.